വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ കമന്റുകളിലൂടെ പലരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് UAE ടീച്ചിങ് ലൈസൻസിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ UAE ടീച്ചിങ് ലൈസൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം UAE ടീച്ചിങ് ലൈസൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. UAE റൂൾ അനുസരിച്ചിട്ട് UAE സ്കൂളുകളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർ ടീച്ചിങ് ലൈസൻസ് നിർബന്ധമായിട്ടും നേടിയിരിക്കണം. ഈ ടീച്ചിങ് ലൈസൻസ് നേടുവാനുള്ള മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കറന്റ്ലി UAE ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കണം. അതുകൂടാതെ ടീച്ചിങ് ലൈസൻസിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് അസസ്മെന്റുകളുണ്ട്. ഒന്ന് പെഡഗോജി അസസ്മെന്റും രണ്ടാമത് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ അസസ്മെന്റും. ഈ രണ്ട് അസസ്മെന്റുകളും നിങ്ങൾ പാസ്സാകുകയും വേണം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. TLSന്റെ പെഡഗോജി എക്സാമും സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാമും നിങ്ങൾക്ക് 3 തവണ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഈ 3 പ്രാവശ്യത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ എക്സാമുകൾ കൃത്യമായിട്ട് പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം എക്സാമിന് രജിസ്റ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. TLSനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് TLSന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പെഡഗോജി ആൻഡ് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് എങ്ങനെ പെഡഗോജി എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. പെഡഗോജി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത് ഏത് ലെവൽ പെഡഗോജി എക്സാം ആണെന്ന് ആദ്യം അറിയണം. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ സൈക്കിൾ 2 ലെവൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ, അതായത് ഗ്രേഡ് 4 to 8 പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ 2 പെഡഗോജി എക്സാം ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അതല്ല നിങ്ങൾ സൈക്കിൾ 3 ലെവൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ, അതായത് ഗ്രേഡ് 9 to 12 പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ സൈക്കിൾ 3 പെഡഗോജി എക്സാം അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാം UAE ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും നാട്ടിൽ നിന്ന് BEd കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളത്. അപ്പം BEd പഠിക്കുന്ന ടൈമിൽ പല സെമസ്റ്ററുകളിലും നമ്മൾ പെഡഗോജി എന്നൊരു പേപ്പർ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ പെഡഗോജി പേപ്പറിന് പഠിച്ച പല കാര്യങ്ങളുമാണ് നമ്മളുടെ പെഡഗോജി എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. TLSന്റെ പെഡഗോജി എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് TLSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പെഡഗോജി സ്റ്റഡി ഗൈഡ് ഉണ്ടാകും. ഈ സ്റ്റഡി ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം പെഡഗോജി എക്സാമിനെ കുറിച്ചൊരു ഓവർവ്യൂ ഉണ്ടാക്കണം. അതായത് എക്സാം എങ്ങനെയാണ്, എക്സാമിന് എന്തൊക്കെ ടോപ്പിക്കുകൾ ചോദിക്കാം, എക്സാമിന് ഏതൊക്കെ പാർട്ടിൽ നിന്നാണുള്ള ടോപ്പിക്കുകളാണ് ഉള്ളത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ സ്റ്റഡി ഗൈഡിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡി ഗൈഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ സ്റ്റഡി ഗൈഡ് കൃത്യമായി വായിച്ചു നോക്കി എക്സാമിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റഡി ഗൈഡിൽ തന്നെ സാമ്പിൾ പേപ്പറുകളും കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നമ്മുടെ പഠന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പെഡഗോജി എക്സാമിന്റെ തിയറി പാർട്ട് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ഞാനൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പെഡഗോജി എക്സാമിന്റെ തിയറി പാർട്ടുകളുടെ നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ തിയറി പാർട്ടിന്റെ നോട്ട്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഈ നോട്ട്സിനകത്ത് UAE സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അതും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഈ നോട്ടുകൾ നിങ്ങൾ വായിച്ച് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ എക്സാമിന് എങ്ങനെയാണെന്ന് അറിയുവാനായിട്ട് ഒരു പ്രാക്ടീസ് പേപ്പർ ഉണ്ട്. ഇത് TLSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് പേപ്പറുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് റിയൽ പെഡഗോജി എക്സാം എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ US ടീച്ചേഴ്സ് ലൈസൻസിങ് എക്സാമിന്റെ പെഡഗോജി പേപ്പറുകളുടെ കുറച്ച് സാമ്പിൾ പേപ്പറുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ
TLSന്റെ തിയറി പാർട്ടിന്റെയും TLSന്റെ സ്റ്റഡി ഗൈഡും ഈ പറഞ്ഞിരിക്കുന്ന US ടീച്ചേഴ്സ് ലൈസൻസിങ്ങിന്റെ പെഡഗോജി പേപ്പറുകളും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് TLSന്റെ പെഡഗോജി പേപ്പർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ TLSന്റെ പെഡഗോജി പ്രിപ്പറേഷൻ ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഈ സാമ്പിൾ പേപ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് TLSന്റെ ക്രൈറ്റീരിയ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാമ്പിൾ പേപ്പേഴ്സ് ആണ്. ഈ സാമ്പിൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ഈ സാമ്പിൾ പേപ്പേഴ്സ് പെയ്ഡ് ആണ്. ഈ സാമ്പിൾ പേപ്പേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് TLSന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ TLSന്റെ സാമ്പിൾ പേപ്പർ പെഡഗോജിയുടെ സാമ്പിൾ പേപ്പർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി TLSന്റെ സ്പെഷ്യലൈസേഷൻ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. TLSന്റെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഏത് ലെവലിലാണ് പഠിപ്പിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ സൈക്കിൾ 3 ലെവലിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ സൈക്കിൾ 3 ലെവലിൽ നിങ്ങൾ ഒരു കെമിസ്ട്രി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ TLSന്റെ സ്പെഷ്യലൈസേഷൻ ടൈമിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് TLS കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ എക്സാം ആണ്. ഈ എക്സാം സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾ സൈക്കിൾ 2 ലെവൽ ടീച്ചറാണ്. ഉദാഹരണത്തിന് നിങ്ങൾ മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി ആണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നത് സൈക്കിൾ 2 ലെവലിലാണ്. നിങ്ങൾക്ക് സൈക്കിൾ 2 ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് സൈക്കിൾ 2 സയൻസ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം സൈക്കിൾ 2 സയൻസ് സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ സബ്ജക്റ്റിന് പ്രിപ്പയർ ചെയ്യാവുന്നത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സൈക്കിൾ 2 ലെവലിൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ സൈക്കിൾ 2 ലെവലിലെ സയൻസ് കംപ്ലീറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സയൻസ് സബ്ജക്ട് കംപ്ലീറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രേഡ് 4 തൊട്ട് ഗ്രേഡ് 8 വരെയുള്ള സയൻസ് സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങൾ MOE കരിക്കുലമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ MOE കരിക്കുലത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേഡുകളുള്ള സയൻസിന്റെ ബുക്കുകൾ നിങ്ങൾ കളക്ട് ചെയ്ത് ആ ബുക്കുകളിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ സൈക്കിൾ 3 ലെവലിലാണെങ്കിൽ സൈക്കിൾ 3 ലെവലിലെ, അതായത് ഗ്രേഡ് 9 തൊട്ട് ഗ്രേഡ് 12 വരെയുള്ള സബ്ജക്റ്റുകൾ, അതായത് നിങ്ങൾ സബ്ജക്ട് കെമിസ്ട്രി ആണെങ്കിൽ ഗ്രേഡ് 9 തൊട്ട് ഗ്രേഡ് 12 വരെയുള്ള കെമിസ്ട്രി സബ്ജക്റ്റിന്റെ ബുക്കുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അത് കൂടാതെ നമ്മളുടെ TLSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന്റെ ഒരു സ്റ്റഡി ഗൈഡ് ഉണ്ടാകും. ഈ സ്റ്റഡി ഗൈഡ് നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്റ്റഡി ഗൈഡ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന്റെ സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ സിലബസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ സിലബസിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണോ ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ഇതിന്റെ സാമ്പിൾ പേപ്പറുകൾ, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ സ്റ്റഡി ഗൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് കുറെ കൂടെ സാമ്പിൾ പേപ്പേഴ്സ് വേണമെങ്കിൽ TLSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ സബ്ജക്ട് സ്പെഷ്യലൈസേഷന്റെ എക്സാം പ്രാക്ടീസുകളുണ്ട്. അപ്പം ഈ എക്സാം പ്രാക്ടീസ് നിങ്ങൾ തിയറീസ് കംപ്ലീറ്റ് ആയി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിയൽ എക്സാമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുകയും റിയൽ എക്സാം എങ്ങനെയാണ്, റിയൽ എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ US ടീച്ചേഴ്സ് ലൈസൻസിങ് എക്സാമിന്റെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യംസ്, അതായത് ഇപ്പം നിങ്ങൾ കെമിസ്ട്രി സബ്ജക്റ്റ് ആണെങ്കിൽ കെമിസ്ട്രി സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് ലൈസൻസിങ് എക്സാമിന്റെ ചോദ്യങ്ങൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതും ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ സബ്ജക്റ്റുകളുടെയും ലിങ്ക് ഇല്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകളുടെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാമും വളരെ നല്ല രീതിയിൽ പാസ്സാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റുകളായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.